ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസു അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവനെ ധ്യാനിക്കുക. നിങ്ങളുടെ റബ്ബിന് അല്ലദീ ഖലഖക്കും, എങ്ങനത്തെ നിങ്ങളുടെ റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച. എന്താണ് ഇബാദത്തിന്റെ ബിസ്സാത്ത് മഖ്സൂദ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. അപ്പോൾ ഇബാദത്തിന്റെ ദാഇയും അതിൻ്റെ സബബും കാരണവും റബ്ബാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുക. അപ്പൊ ഇബാദത്തിന്റെ കാരണം അവൻ നിങ്ങളുടെ റബ്ബായതുകൊണ്ടാണ്. ആ തർബിയത്ത് എന്നുള്ള ഒരു വിഷയം അള്ളാഹുവിൽ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ റബ്ബ് നിങ്ങളെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള നേരത്ത്, ആവശ്യമുള്ള ഖദറിന് ആവശ്യമായ വസ്തുക്കൾ തന്നുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണല്ലോ റബ്ബിന്റെ മാന. ആ റബ്ബ് നിങ്ങളെ ഖൽഖ് ചെയ്തവനാണ്. അപ്പൊ നിങ്ങളുടെ ഖൽഖും ഒരു ദാഇയായി, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവികരെയും. ഇപ്പൊ നിങ്ങളെ മാത്രമല്ല, ഇനി വരാൻ പോകുന്നവരെയും. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇബാദത്തിന്റെ ഗായത്ത് ഏതാ? തഖ്വയാണ്. ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കിയിടത്തും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു, എന്നിട്ട് അതിന്റെ അവസാനം ലഅല്ലക്കും തത്തഖൂൻ എന്ന് കാണാം. അപ്പൊ തഖ്വയാണ് മനുഷ്യ ജീവിതത്തിലെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. അത് തഖ്വയാണ് എന്ന് നമുക്ക് പലതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ശർഹിലേക്ക് കടക്കാം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും ലമ്മ അദ്ദദ فرق المكلفين وذكر خواصهم ومصارف أمورهم أقبل عليهم بالخطاب على سبيل الالتفات هزا للسامع وتنشيطا له واهتماما بأمر العبادة وتفخيما لشأنها وجبرا لكلفة العبادة بلذة المخاطبة. എന്താണ് ഇമാം ബൈളാവിയുടെ ആ ഇബാറത്തിന്റെ ഫസാഹത്തും ബലാഗത്തും ആശയ വ്യാപ്തിയും ഒക്കെ നമ്മളൊന്ന് ശരിക്കൊന്ന് ഉൾക്കൊള്ളുക. ഓ ജനങ്ങളെ, ഇവിടെ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംബോധന. അപ്പൊ എല്ലാ ജനങ്ങളായി പിറന്നവരെല്ലാം, പിറക്കാൻ പോകുന്നവരും ഈ സംബോധന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവരാണ്. ഇതിന്റെ ഉമൂമിൽ പ്രവേശിച്ചവരാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രം ഉള്ളതല്ല. ഉഅ്ബുദൂ റബ്ബക്കും, എന്നിട്ട് ജനങ്ങളെ മൊത്തം വിളിച്ചിട്ട് പറയാണ്. അപ്പൊ യാ അയ്യുഹന്നാസ് എന്നുള്ള യാ അയ്യുഹന്നാസ് എന്ന നിദായിലൂടെ, വിളിയിലൂടെ അവതരിച്ച ആയത്തുകൾ മുഴുവനും മക്കിയാണ് എന്നാണ് ചില മഹാന്മാർ പറയുന്നത്, ചില മുഫസ്സിരീങ്ങൾ പറയുന്നത്. ആ അഭിപ്രായവും അതിന്റെ നിരൂപണവും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റ് യാ അയ്യുഹല്ലദീന ആമനു എന്നുകൊണ്ട് പിന്നെ സംബോധന നടന്നു കഴിഞ്ഞാൽ അത് മദനിയാണെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഒരു നിരൂപണ പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലമ്മ അദ്ദദ, എണ്ണി പറഞ്ഞപ്പോൾ, ഫിറഖൽ മുക്കല്ലഫീന, ഫിർഖത്തിന്റെ ബഹുവചനമാണ് ഫിറഖ്, വിഭാഗങ്ങൾ എന്നാണ് അർത്ഥം. ഫരീഖ് അങ്ങനെയാ, ഫരീഖ് ഫിറഖ്, പിന്നെ ഫിർഖത്ത് ഫിറഖാണ് ഇവിടെ. അൽ മുക്കല്ലഫീന, മുക്കല്ലഫീങ്ങളുടെ വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞു. മുക്കല്ലഫീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കുൽഫത്തുള്ളവർ, തക്ലീഫ് ഉള്ളവര്. അത് മുഅ്മിനീങ്ങൾ, കാഫിരീങ്ങൾ, മുനാഫിഖീങ്ങൾ, അതാണല്ലോ പിന്നെ മുക്കല്ലഫീങ്ങളുടെ ഫിർഖത്ത്. അവ്വൽ സൂറത്തിൽ മുതൽ ഇതുവരെ പ്രതിപാദിച്ചത് അവരാണ്. ഈ മൂന്ന് വിഭാഗമാണ്. അവരുടെ പ്രത്യേകതകളുമാണ് പറഞ്ഞത്. ഓരോ ഫരീഖിന്റെയും പ്രത്യേകത. ഖുർആൻ കൊണ്ട് ഹിദായത്തിലാകുന്നവരാണ്. അതുപോലെ ഹലാലിനെ ചെലവഴിക്കുന്നവർ, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ, പിന്നെ ഫലാഹ്, ഫൗസ്, ദുനിയാവിൽ ആഖിറത്തിൽ വിജയവും. ഇതെല്ലാം മുഅ്മിനീങ്ങളായ ആദ്യത്തെ വിഭാഗത്തിൻ്റെ പിന്നെ സിഫാത്തുകളാണെങ്കിൽ,
മറ്റുള്ളവർ കുഫറിൽ അടിയുറച്ച് നിൽക്കുകയും അവരുടെ ഹൃദയങ്ങളെല്ലാം തന്നെ മൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ അവസാനം മോശവുമായി മരിക്കുകയും ചെയ്യുന്നതാണ്. വേറൊരു വിഭാഗം കുഫറിനെ മറച്ചുവെക്കുന്നവരാണ്, മോമിനിയങ്ങളെ ചതിക്കുന്നവരാണ്. എന്നിട്ട് മോമിനിയങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ അവർ അവിഹിതമായ രീതിയിൽ പറ്റിയെടുക്കാനുള്ള പരിശ്രമം നടത്തുന്നവരുമാണ്. ഞങ്ങൾ മോമിനിയങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരോടുള്ള യുദ്ധം, അതിൽ നിന്ന് മാറി നിൽക്കുക, അവരുടെ സ്വത്തിനും ദമിനിക്കും ഹിഫ്ള് നൽകുക എന്നൊക്കെ ഉള്ള ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഈമാനിനെ പ്രകടമാക്കുകയും കുഫറിനെ ഇബ്ത്വാനി ചെയ്യുകയും ചെയ്യുന്നു, മറച്ചു വെക്കുകയും ചെയ്യുന്നു. അവർക്ക് അവസാനമായി ഉണ്ടാകുന്ന അതിൻ്റെ ദുര്യോഗം അഥവാ സൂഉൽ ആഖിബത്ത് എന്താണെന്നുമാണ് ഇതുവരെ വിശദീകരിച്ചത്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് അതാണ്, അതിനെക്കുറിച്ചാണ്, അതിനെ തുടർന്നു കൊണ്ടാണ് ഇനി പറയുന്നത്. അപ്പോൾ ദക്കറ ഹവാസഹും അവരുടെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു. നമ്മളിപ്പോൾ ഈ വിശദീകരിച്ച മസാരിഫ ഉമൂരിഹിം അവരുടെ കാര്യങ്ങളുടെ മസാരിഫുകളും, മസാരിഫ് മസ്റഫിൻ്റെ ജമാണ്, പൈസ ചെലവഴിച്ചു എന്ന സ്വറഫൽ മാലയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് മസ്റഫ് എന്നുള്ളത്. അല്ലെങ്കിൽ സ്വറഫ ദീനാറ ബിദ്ദറാഹിമ, ദീനാറിനെ ദിർഹമിന് പകരം എക്സ്ചേഞ്ച് നടത്തി. അങ്ങനെയാണ് ബാങ്കിന് എന്ത് പറയും? മസ്റഫ് എന്നാ പറയാ. ഇന്ന് ഗൾഫിലൊക്കെ മസ്റഫ് എന്ന് പറയാറുണ്ട്, സൊറാഫ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സൊറഫയിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു അതെ ഒരു ഒന്ന് കൊടുത്ത് മറ്റൊന്ന് പകരമാക്കുക. ഇവിടെ എന്താണ്? അമലിലും ആയുസ്സിലും എന്താണോ അവർ ഏതൊന്നിന് മേലുള്ളതാണോ അതിന് വേണ്ടി ഇസ്തിആറത്ത് ചെയ്യപ്പെട്ടതാണ് മസ്വാരിഫ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മോമിനീങ്ങൾ, കാഫിരീങ്ങൾ, മുനാഫിക്കങ്ങൾ ഏതൊരു അവസ്ഥയിലാണോ അവർ ഉള്ളത് അതിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആയുസ് എന്തിനാണ് ചെലവഴിക്കുന്നത്. ഇപ്പൊ സർഫുൽ മാലിൽ പോലെ സർഫുൽ ഉംർ അമാർ, ആയുസ്സുകളെ എന്തിന് ചെലവഴിച്ചു എന്നുള്ള മസ്വാരിഫുകളും കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന്. അതിലൂടെ അവർക്ക് ലഭിച്ചത് വിജയമാണോ, സആദത്താണോ, അല്ല ഹുസ്റാനാണോ എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അഖ്ബല അലൈഹിം, അല്ലാഹു അവരുടെ മേൽ മുന്നിട്ടു, ബിൽ ഖിതാബി അഭിസംബോധന കൊണ്ട്, അലാ സബീലിൽ ഇൽത്തിഫാത്തി ഇൽത്തിഫാത്തിന്റെ രൂപേണ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിയുടെ ഏറ്റവും വലിയ മൂലധനം ഏതാണ്? അവന്റെ സമയമാണ്. ആ സമയമാകുന്ന മൂലധനത്തിൽ, ക്യാപിറ്റലിലാണ് ഓരോരുത്തരും ക്രയവിക്രയം നടത്തുന്നത്. അപ്പം നമ്മൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഏതാണ്? അമൂല്യമായ വസ്തു അത് നമ്മുടെ ആയുസ്സാണ്. ആ ആയുസ്സിനെ ചെലവഴിക്കുന്നതിനെ എന്തിനോട് ഉപമിച്ചു? ധനവിനിമയത്തോട് ഉപമിച്ചു, പൈസയുടെ വിനിമയങ്ങളോട് ഉപമിച്ചു. അങ്ങനെയാണ് മസാരിഫ്, പൈസ ചെലവഴിക്കുന്ന സ്ഥലം. അത് അവരെ ഓരോരുത്തരും എന്തിലാണ് വിനിയോഗിച്ചത് എന്നുള്ള മസാരിഫ്. അപ്പൊ വിനിയോഗ മാർഗങ്ങൾ എന്ന് അതിനർത്ഥം വെക്കാം, ചെലവഴിക്കുന്ന മാർഗങ്ങൾ എന്ന് അതിനർത്ഥം വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ അഖ്ബല അലൈഹിം, അള്ളാഹു മുന്നിട്ടു. അപ്പൊ അള്ളാഹുവിന്റെ ഇഖ്ബാല്, ഇദ്ബാർ എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ നുസൂല്, സുഊദ്, ഒന്നാം ആകാശത്തിലേക്ക് അർദ്ധരാത്രിക്ക് ശേഷം അള്ളാഹു ഇറങ്ങി വരുന്നു, പിന്നെ കയറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം തന്നെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമാണ്, അത് ഹഖീഖിയായ പ്രയോഗമല്ല. കാരണം നുസൂല്, സുഊദ്, ഇഖ്ബാല്, ഇദ്ബാർ, അതുപോലെ ചിരിക്കല്, ദേഷ്യം പിടിക്കല് പോലത്തതായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം തന്നെ ഖൽഖിന്റെ സിഫാത്തുകളാണ്. അള്ളാഹു ആണെങ്കിൽ മുഖാലിഫുൽ ഹവാദിസാണ്. എല്ലാ ഹവാദിസുകളോടും അവന് മുഖാലഫത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരം ഖൽഖിന്റെ സിഫാത്തുകളെല്ലാം തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഗായത്തുകൾ മാത്രമേ മുറാദുള്ളൂ. അല്ലാതെ കണ്ട് അതിൻ്റെ ഓരോന്ന്, ഇപ്പൊ റഅഫത്ത് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ മയലാനുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ ആർദ്രത എന്ന് പറഞ്ഞാൽ. ഒരു പാവപ്പെട്ടവനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അലിയുന്നു. ആ അലിവിൽ നിന്നാണ് നമ്മുടെ കൈ കീശയിലേക്ക് പോകുകയും എന്തെങ്കിലും പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കൊടുക്കാനുള്ള മനസ്സും വരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മനസ്സ് നേരത്തെ കടുപ്പമുള്ളതായിരുന്നു. പാവപ്പെട്ടവനെ, വിഷമിക്കുന്നവരെ കാണുമ്പോൾ ഒരു ആർദ്രത വന്നു, ഒരു അലിവ് തോന്നി, എന്നിട്ട് എടുത്തു കൊടുത്തു എന്നാണോ? ഒരിക്കലുമല്ല. അപ്പൊ ഗായത്ത് എന്താണ്? ഇങ്ങനെ അലിവ് തോന്നിയാലുള്ള ഗായത്ത് എന്താണ്? അത് എന്തെങ്കിലും കൊടുക്കല, സഹായിക്കല. ആ സഹായമാണ് റബ്ബിന് അലിവ് തോന്നി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുള്ളൂ. റബ്ബിന് ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കൽബിന്റെ മാറ്റങ്ങളല്ല, മറിച്ച് ദേഷ്യത്തിലൂടെ എന്താ ഉണ്ടാകുന്നത്? ഇന്തിഖാവും ഇഖാബും, ശിക്ഷയുമാണ് ഉണ്ടാകുന്നത്. അതവിടെ നടപ്പിലാക്കുന്നു എന്നാണ് അതിന്റെ മായന.
അപ്പൊ ഏത് റബ്ബിന്റെ ഇത്തരത്തിലുള്ള പിന്നെ ഔസാഫുകൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അഖ്ബല അലയും അവരിലേക്ക് മുന്നിട്ടു ബിൽ ഖിതാബി അഭിസംബോധന ഉണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ഇന്നല്ലാഹ യൻസിലു ഇല സമാഇ ദുനിയ എന്ന് പറഞ്ഞ റബ്ബിന്റെ നുസൂല്, റബ്ബിലേക്ക് നുസൂലിനെ ഇലാഫത്ത് ചെയ്താൽ അതിന്റെ മാന എന്ത് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെ നുസൂല് നമ്മളെ സുഊദിനെ കുറിച്ചല്ല, അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞതിന്റെ മാന തന്നെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. ഈ പല മായനകളും ഇല്ലായികയല്ല, തൗവീൽ വാസിയാണ്. അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ റഹ്മത്തുല്ലാഹി നാസിലത്തുൻ, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു എന്നാണ്, അല്ലെങ്കിൽ യൻസിലു അംറുല്ലാഹി എന്നാണ്, അല്ലെങ്കിൽ യൻസിലുൽ മലായികത്തു ബി അംരില്ലാഹി എന്നാണ്. അങ്ങനെ കുറേ തൗവീലാത്തുകൾ തഫ്സീറാത്തുകൾ ഉണ്ട്. നമ്മൾക്ക് നേർക്ക് നേരെ അർത്ഥം വെച്ച് കഴിഞ്ഞാലുള്ള വിഷയം പറഞ്ഞതാണ്. അതാ ബിൽ ഖിതാബി അലാ സബീലിൽ ഇൽത്തിഫാത്ത്, ഖുർആനി ഹദീസുകളിൽ വന്ന നസ്സുകൾ അത് ഉണ്ട് എന്ന് ഉറപ്പായ മുത്തവാത്തിറായ വിഷയം തന്നെയായിരിക്കും മിക്കവാറും. ഹദീസുകളിൽ മുത്തവാത്തിർ അല്ലാത്തതുകൊണ്ട് ഖബർ ആഹാദായാലും സഹീഹുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. ഖുർആനും എന്ത് തന്നെയാണ്? മുത്തവാത്തിറാണ്. ഖുർആനിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ മുത്തവാത്തിറാണ്. അതിന്റെ ഏത് മുത്തവാത്തിർ? ആശയമാണോ അഹ്കാമുകളാണോ? അല്ല. അഹ്കാമുകൾ മുത്തവാത്തിർ ആണെങ്കിൽ ഏതാനും കാര്യങ്ങൾ ഒഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഹ്കാമ മുത്തവാത്തിറും അതുപോലെ സുസമ്മതവുമാണെങ്കിൽ പിന്നെ മദ്ഹബിന്റെ ഇഖ്തിലാഫ് തന്നെ വരൂലല്ലോ. അപ്പൊ ആയത്തുകൾക്ക് ബഹുമുഖങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിന്നെ മദാഹിബിന്റെ ഇഖ്തിലാഫുകൾ തന്നെ വരുന്നത്. മദ്ഹബുകൾ മാറുന്നത് തന്നെ ആയത്തുകളും ഹദീസുകളും ഒരൊറ്റ അർത്ഥത്തിൽ പരിമിതമാകാത്തത് കൊണ്ടാണ്, പല അർത്ഥങ്ങൾക്കും സാധ്യതകളുള്ളത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ സിഫത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന്റെ ലാഹിറായ മായന വെക്കാൻ വേണ്ടി പറ്റൂല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫിന്റെ അഭിപ്രായം അതാണ്. സലഫ് അതിനെ അർത്ഥേ വെക്കൂല, അതെല്ലാം മുത്തശാബിഹിനെ പെടുത്തുക. പിന്നെ മുതാഖിരീങ്ങളായ ആളുകൾ അതിന് നല്ല മഹ്മലുകൾ കണ്ടെത്തുന്നുണ്ട്. എന്താ നല്ല മഹ്മല്? നല്ല ഒരു മായന കൊടുക്കുന്നുണ്ട്. ആ മായനയാണ് എന്ത് പറഞ്ഞത്? അള്ളാഹു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുക, അള്ളാഹുവിന്റെ കൽപ്പനയുമായിട്ട് മലക്കുകൾ ഇറങ്ങി വരിക എന്നല്ലാതെ കണ്ട് റബ്ബ് ഇറങ്ങുക എന്നുള്ള വാദം അത് തജ്സീമിന്റെ വാദമാണ്. തജ്സീമിന്റെ വാദത്തിൽ തന്നെ കുഫ്രിയത്തും ഉണ്ട്, വലാലത്തും ഉണ്ട്, ബിദ്അത്തും ഉണ്ട്. മുജസ്സിമീങ്ങൾ രണ്ട് വിധ, മുബ്തദീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്. റബ്ബിന് ഞങ്ങളെ ഇക്കാണുന്ന തടി പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന് ഞങ്ങളെ പോലത്തെ ഹവാദിസിന്റെ അജ്സാമുകളെ ഇസ്ബാത്ത് ചെയ്യലായി, അത് കുഫ്രിയത്തിന്റെ വാദം. അതേ സ്ഥാനത്ത് റബ്ബ് തആലക്ക് ജിസ്മുണ്ട്, ലാ നഅരിഫു കൈഫിയത്തുഹു, അതിന്റെ രീതി നമുക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അതെന്താ? അത് ബിദ്അത്താണ്, ലലാലത്തുമാണ്. അതേ സ്ഥാനത്ത് കുഫ്രിയത്ത് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കി പറഞ്ഞ ഇത്തരം ആയത്തുകൾ പിന്നെ പൂർവികന്മാരായ സലഫുകൾ അവർ തൊടൂല, പൊള്ളിപ്പോകുന്ന അവർ പറയുന്നു. അതിന് പിൻഗാമികളായ ആളുകൾ പറയുന്നുണ്ട് അതിന്റെ അധികാരം ഏറ്റെടുത്തു. അർ-റഹ്മാൻ അൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അഭിപ്രായം മുത്തശാബിഹാണ്, അതിന് അർത്ഥം വെക്കുകയും വേണ്ട, നമുക്ക് അറിയുകയും വേണ്ട. അത് അള്ളാഹു ഇറക്കി, അത് ഖിറാഅത്ത് കൊണ്ട് എന്തായിക്കോ ഇബാദത്ത് ചെയ്തോ, മാന മനസ്സിലാക്കണ്ട, ഓതിയിട്ട് ഇബാദത്ത് ചെയ്തോ, അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ചില തഫ്സീറുകളിൽ മുതഅഖിരീങ്ങളുടെ തഫ്സീറുകളിൽ ഇസ്തൗല അലൈഹി എന്ന് കാണാം. അതിന്റെ അധികാരം അല്ലാഹു തആല ഏറ്റെടുത്തു, അതിനെ സൃഷ്ടിച്ചു, അതിന്റെ അധികാരം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ്. അതെ, അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിക്ക് ശേഷം റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ അനുഗ്രഹിക്കപ്പെടുന്നതാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സാധാരണഗതിയിൽ കിട്ടാത്ത ഉത്തരം ആ സമയത്ത് അള്ളാഹു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ആ സമയത്തുള്ള ഇബാദത്തിന് പ്രത്യേകമായിരിക്കുന്ന ആത്മീയമായ മാനങ്ങളും അതുപോലെ തന്നെ ഹലാവത്തും അനുഭൂതിയും ലഭിക്കുന്നതാണ് എന്നും ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് നമ്മുടെ അറബി ഭാഷയിൽ, അധികം എല്ലാ ഭാഷയിലും ഉണ്ട്, നമ്മൾ അറബിയിലാണ് കൂടുതൽ കാണുക. ഗൈബത്തിൽ നിന്ന് ഹുദൂറിലേക്കും ഹുദൂറിൽ നിന്ന് ഗൈബത്തിലേക്കും അല്ലെങ്കിൽ തക്കല്ലുമിലേക്കും ഒക്കെ തെറ്റുന്നതിനാണ്, സംബോധനയുടെ രീതി ഉസ്ലൂബ് മാറുന്നതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. ഇതുവരെ എന്താ പറഞ്ഞേ, യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, അതുപോലെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള നിലക്ക് ഗൈബത്ത് കൊണ്ടാണ് ഇതുവരെ സംസാരിച്ചത്. മുത്തഖീങ്ങൾ, കാഫിരീങ്ങൾ, മോമിനിങ്ങൾ എന്നുള്ള പേര് കൊണ്ടാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പം എനിക്ക് പറയാൻ പോകുന്നു, നിങ്ങൾ എന്നുള്ള അഭിസംബോധനയാണ് അള്ളാഹു നടത്തുന്നത്.
നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മാറ്റിയിട്ട് ഇനി നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. അവരും നിങ്ങളും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താണ്, സംസാരത്തിന്റെ ശൈലി മാറ്റുന്നു എന്ന് മാത്രം. അതാണ് പറഞ്ഞ അലാ സബീലിൽ ഇൽത്തിഫാത്തി എന്ന് പറഞ്ഞു. നിങ്ങളെ നേരിട്ടിട്ട് എന്തിനാ അള്ളാഹു തആല വിളിച്ചിട്ട് പറയുന്നത്? അത് ഹസ്സൽ ഇസ്ലാമി ശ്രോതാവിനെ ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടിയാണ്. വതൻഷീതൻ ലഹു, അവനിക്ക് ആവേശമുണ്ടാക്കാനും വേണ്ടിയാണ്, പ്രോത്സാഹനമുണ്ടാക്കാനും, വഹ്തിമാമൻ പരിഗണനയുണ്ടാക്കാൻ വേണ്ടിയുമാണ്, ബി അംരിൽ ഇബാദ ആരാധനയുടെ കാര്യം കൊണ്ട്. ആരാധനയുടെ കാര്യത്തെ പരിഗണിച്ചതിന് വേണ്ടി എന്നുമാകാം, അല്ലെങ്കിൽ ആരാധനയുടെ വിഷയത്തിൽ ഒരു പരിഗണന നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്നുമാകാം. അപ്പൊ ഈ രീതിയിൽ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഹസ്സുൽ ലിസാമി, അപ്പൊ ഹസ്സ് ചലിപ്പിക്കുക, തൻഷീത്ത് ആവേശമുണ്ടാക്കുക, ഇഹ്തിമാമ് പരിഗണിക്കുക, പരിഗണിക്കുക ഗൗനിക്കുക. ഒരുപാട് ലഫ്ദുകളുള്ള ഒരു പിന്നെ മാനയാണ് ഇത് പരിഗണന. അൽഫാദുകളുള്ള ലഫ്ദാണ് പരിഗണന എന്നുള്ളത്. ഇഹ്തിമാമ്, ഇനായത്ത്, റിആയത്ത്, അതുപോലെ ലാ യഅബഉ ബിഹി റബ്ബുക്കും, ലാ യഅബഉ ബിക്കും റബ്ബി, അബഅ യഅബഉ പരിഗണിക്കുക. അങ്ങനെ ഒരുപാട് ലഫ്ദുകളുള്ള ഒരു മാനയാണ് ഇത് പരിഗണിക്കുക എന്നുള്ളത്. അപ്പൊ ഇഹ്തിമാമ് പരിഗണിക്കുക. വതഫ്ഖീമൻ ലിശഅനിഹാ, ഇബാദത്തിന്റെ കാര്യത്തിനെ ഒന്ന് തഅലീമാക്കാൻ വേണ്ടിയും, വജബ്റൻ പരിഹരിക്കാൻ വേണ്ടിയും, ലികുൽഫത്തിൽ ഇബാദ ഇബാദത്തിന്റെ പ്രയാസത്തെ. അപ്പൊ ഇബാദത്ത് ഇപ്പൊ നോമ്പോക്കണമെന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കേണ്ടതാണ്. കണ്ണ് ശ്രദ്ധിക്കണം, എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം, അതോടുകൂടെ വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇതെല്ലാം ഒരു പ്രയാസമുള്ള വിഷയമാണ്. സുബഹി നിസ്കാരം അതെന്താക്കണം, പിന്നെ ഉറക്ക് മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇനി ളുഹർ നിസ്കാരം എല്ലാ തിരക്കുകളും മാറ്റി വെക്കണം. ഇങ്ങനെ ഓരോ ഇപ്പൊ അതുപോലെ നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയതായ പൈസ ധർമ്മം ചെയ്യണം എന്ന് പറയുമ്പോൾ, സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഇതെല്ലാം എന്താണ്? ഒരു കുൽഫത്ത്, പ്രയാസം എന്നാണ് കുൽഫത്തിന്റെ അർത്ഥം. അപ്പൊ ആരാധനയിലൂടെ വരുന്ന പ്രയാസത്തെ പരിഹരിക്കുക. എങ്ങനെ ഇവിടെ പരിഹരിക്കുന്നത്? ബിൽ ലദ്ദത്തിൽ മുഖാത്തബ, ബിൽ ലദ്ദത്തിൽ മുഖാത്തബ, അഭിസംബോധനയാകുന്ന അനുഭൂതി കൊണ്ട്. ഒരു രസമുണ്ടല്ലോ അഭിസംബോധനക്ക്. റബ്ബ് തആല നമ്മളെ നേരിട്ട് കൊണ്ട് പിന്നെ ഖിതാബ് നടത്തുകയാണ്. ഓ എൻ്റെ മുഅ്മിനീങ്ങൾ, മനുഷ്യന്മാരെ എന്ന് പറയുമ്പോൾ അള്ളാഹു നേരിട്ടിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് മറ്റുള്ളവരിലൂടെ പ്രഖ്യാപനം നടത്തുന്നതിനേക്കാളും ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അല്ലെ മറ്റു ശൈലികളിലൂടെ പിന്നെ പ്രഖ്യാപനം നടത്തുന്നതിനേക്കാളും. ഇപ്പോൾ നമ്മുടെ മോനെ വിളിച്ചിട്ട്, എൻ്റെ മോനെ, പൊന്നു മോനെ, നീ ഒന്ന് പോയിട്ട് ടൗണിൽ പോയിട്ട് വരി എന്ന് നേരിട്ട് പറയുന്നതും, വേറൊരാളെ പറഞ്ഞയച്ചുകൊണ്ട് നമ്മൾ എന്താക്കണം, വേറൊരാളെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ മോനോട് പോയിട്ട് നീ ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? നേരിട്ട് പറയുമ്പോൾ അതിൻ്റെതായ വിലയുണ്ട്. അതാണ് ബില്ലത്. ഇപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ പറയുമ്പോൾ എന്നതുപോലെയല്ല, ഉസ്താദ് നേരിട്ട് വന്നിട്ട് നമ്മളോട് പറയുമ്പോൾ ആ ഒരു ലദ്ദത്തുൽ മുഖാത്തബത്ത് കൊണ്ട് ആരാധനയിലൂടെ വന്നേക്കാവുന്ന പ്രയാസങ്ങളെ പരിഹരിക്കലും വേണ്ടിയുമാണ് പിന്നെ ഖിതാബ് എന്താക്കി ഇൽത്തിഫാത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നത്, ഖിതാബിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നത്, അഥവാ നേരിട്ട് കൊണ്ട് സംബോധനയിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ് എന്ന്. യാ അയ്യുഹൽ നാസ് എന്ന് പറഞ്ഞ ആ യാ ഹർഫുൻ, ഒരു ഹർഫാണ്. ദൂരെയുള്ളതിനെ വിളിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ്. യാ എന്ന് പറയുന്നത് അടുത്തുള്ളതിനെ വിളിക്കാനല്ല, ദൂരെയുള്ള ആളിനെ വിളിക്കാനാണ് യാ വെച്ചത്. അടുത്തുള്ളതിനെ വിളിക്കാൻ എന്തിനാ വെച്ചത്? അടുത്തുള്ളതിനെ വിളിക്കാൻ വേണ്ടി എന്തിനാ വെച്ചു? അ സൈദു, അ അബ്ദല്ലാ, ഹംസ. അതുപോലെ അയാ ഉണ്ട്, ഹയാ ഉണ്ട്. അൽഫിലി ശരിക്കും പഠിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലിൽ മുനാദൻ നാഇ, വലിൽ മുനാദൻ നാഇ ഔ കന്നാഇയ. വലിൽ മുനാദൻ നാഇ, നാഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നായിൻ്റെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അറബി അറിയുന്നവളാണെങ്കിൽ അത് ചീത്തയൊന്നും അല്ല, മലയാളത്തിൽ അത് ചീത്തയാവും, അറബിയിൽ അത് ചീത്തയാകുന്നില്ല. നായിൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ളവൻ്റെ മോനെ എന്നർത്ഥം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന ബഉദ എന്നാണ്. ബഉദ, നാ എന്ന് പറഞ്ഞാൽ ബഈദ്. അപ്പൊ എന്താണ്? നായിൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ആളുടെ മോനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതാണ് കന്നായി എന്ന് പറഞ്ഞത്. വലിൽ മുനാദൻ നായി, ദൂരെയുള്ളവനെയോ, ഔ കന്നായി അല്ലെങ്കിൽ ദൂരെയുള്ളവനെ പോലോത്തവനെയോ, അഥവാ ഗാഫിലായിരിക്കും, അടുത്തന്നെ ഉണ്ടാവും, ഓൻ്റെ മെയിൻ്റെ ഏടിയോ ആയിരിക്കും, അല്ലെ ഉറങ്ങുന്നുണ്ടാവും, അല്ലെ അങ്ങനത്തെ ആളോ വിളിക്കുമ്പോൾ അതാ നായിയെ പോലോത്തെ. അതിനു വേണ്ടി എന്ത് ഉപയോഗിക്കാറുണ്ട്? യാൻ ഉപയോഗിക്കാറുണ്ട്.
വ ഐ വ ആ കഥ, പിന്നെ അയാ ഹയാ, ഇതെല്ലാം എന്തിനുള്ളതാണ്? വിളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലഫ്ദ് തന്നെയാണ്. വൽഹംസു ലിദ്ദാനി, വൽഹംസു ലിദ്ദാനി, ഹംസ് ലിദ്ദാനി, അടുത്തുള്ള ആളെ വിളിക്കാറുണ്ട്. ദാനി എന്ന് പറഞ്ഞാൽ ദനാ യദുനു ദുനൂബൻ ഫഹുവ ദാനി, അല്ല ഖുതൂഫുഹ ദാനിയ, കേട്ടിട്ടില്ലേ? ഖുതൂഫുഹ ദാനിയ, സ്വർഗത്തിൽ പറിച്ചെടുക്കപ്പെടുന്ന പഴങ്ങൾ ദാനിയത്തുൻ, അത് സമീപത്ത് തന്നെ ഉണ്ടാവും. കടന്നാക്കും, ഇരിക്കുന്നാക്കും, നിൽക്കുന്നാക്കും എല്ലാം കൈകൊണ്ട് നേരിട്ട് പറിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഖുതൂഫുഹ ദാനിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിൽ നിന്നുള്ളതാണ് ദാനി. വാവ് മന്ദൂബാക്കുള്ളതാണ്. ഒരാൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളെ വിളിക്കാനുള്ളതാണ് വാ എന്നുള്ളത്. വാ സൈദു, ഓ സൈദ്, നിന്റെ വേദനയിൽ ഞാൻ പങ്കാളിയാകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അൽഫിയന്റെ ബൈത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അൽഫിയ ഉണ്ടെങ്കിൽ നമുക്കത് മാത്രം മതി എല്ലാ നഹ്വിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും. പ്രത്യേകിച്ച് ഇബ്നു മാലിക്കിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അമാനുഷികമായ എന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത രീതിയിൽ ഇബ്നു മാലിക്കിൻ്റെ ഒരു അത്ഭുത സിദ്ധി തന്നെയാണ് തൻ്റെ അൽഫിയ എന്ന് പറയുന്ന ആ കവിത ശകലം. ഇബ്നു മാലിക്കിന്റെ ശിഷ്യനാണ് നവവി എന്ന് അതെ അതെ. അത് ഇമാം നവവിയെ കുറിച്ചാണ് പറയുന്നതെന്ന് ആ നവവി ഇമാമിന്റെയും ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയായ ഇബ്നു മാലിക്കിന്റെ ബറക്കത്ത് കൊണ്ടും അള്ളാഹു നമുക്ക് നഹ്വിയായ അറിവ് തരട്ടെ. എന്നത് ഹർഫുൻ, ഒരു ഹർഫാണ്. ദൂരെയുള്ള ആളെ വിളിക്കാൻ വേണ്ടി വെക്കപ്പെട്ട ഹർഫാണ് യാ എന്നുള്ളത്. വഖദ് യുനാദാ ബിഹി, ചിലപ്പോൾ ആ യാ കൊണ്ട് തന്നെ നിദാ ചെയ്യപ്പെടാറുണ്ട്. അൽ ഖരീബു, അടുത്തുള്ള ആളെ തന്നെ. തൻസീല ലഹു, അടുത്തുള്ള ആളെ ഇറക്കിയതിന് വേണ്ടി. മൻസിലത്തൽ ബഈദി, ദൂരെയുള്ള ആളുടെ സ്ഥാനത്ത് ഇറക്കിയതിന് വേണ്ടി. അപ്പൊ അടുത്തുള്ള ആളെ തന്നെ ദൂരെയുള്ള ആളുടെ സ്ഥാനത്ത് ഇറക്കിയിട്ട് യാ എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ യായിനെ വന്ന് ചെയ്തത്, സാധാരണഗതിയിൽ യാ കൊണ്ട് വിളിക്കുന്നത് ദൂരെയുള്ള ആളെ ആണെങ്കിലും ദൂരെയുള്ള ആളെ അടുത്തുള്ള ആളെ തന്നെ യാ കൊണ്ട് വിളിക്കാറുണ്ട്. അതിന് രണ്ട് കാരണത്തിന് വേണ്ടിയാണ്. ഒന്ന് പല കാരണത്തിന് വേണ്ടി. ഒന്ന് അളമത്തിന് വേണ്ടി. അഭിസംബോധന നടത്തുന്ന സമയത്ത് അടുത്തുള്ള ആളോട് തന്നെ നമ്മൾ പറയാറില്ലേ, അവിടുന്ന് എപ്പോഴാണ് പോകുന്നത്? പിന്നെ ഉസ്താദോ ആരോ വലിയ മഹാനായിരിക്കും, അവിടുന്ന് എപ്പോഴാ പോകുന്നത്? അവിടുന്ന് നല്ലല്ലോ, ഇവിടുന്ന് എന്നല്ല പറയേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ന് പറയേണ്ടടുത്ത് താങ്കൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതെന്താണ്? കരീബി ആയിട്ട് പറയേണ്ടത് തന്നെ ബഈദായി പ്രയോഗിക്കുന്നത് ചിലപ്പോൾ തഅലീമിന് വേണ്ടിയായിരിക്കും. ഇമ്മാലി അളമത്തി, അങ്ങനെ അതാണല്ലോ ഏത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നുള്ള പ്രയോഗം തന്നെ പഠിപ്പിച്ചതും അത് തന്നെയല്ലേ. ഹാദൽ കിതാബ് എന്ന് പറയേണ്ടത്, ഹാദൽ കിതാബ് എന്ന് പറയേണ്ടത് ദാലിക്കൽ കിതാബ്, ഇക്കിതാബ് എന്ന് പറയേണ്ടടുത്ത് അക്കിതാബ് എന്ന് പറഞ്ഞത് അത് തഅലീമിന്റെ പ്രയോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാദ ദാലിക്ക, ദാലിക്ക എന്ന് പറഞ്ഞത് അത് തഅലീമിന് വേണ്ടി. അത്തരത്തിലുള്ള ഒരു തഅലീമിന്റെ പ്രയോഗം ഉണ്ട്. ഖൗലി ദാഇ, വിളിക്കുന്ന ആൾ വിളിക്കുന്ന യാ റബ്ബു, ഓ റബ്ബേ. റബ്ബ് ബഈദായത് കൊണ്ടാണോ യാ റബ്ബു എന്ന് വിളിക്കുന്നത്? അതെ, ബഹുമാനത്തിന്റെ ആ ഒരു ബഈദാക്കലാണ് അവിടെ ഉണ്ടായത്. അഥവാ അല്ലേ, പിന്നെ വല്ലാഹു ഖരീബും മിനൽ മുഹ്സിനീൻ. പിന്നെ ഇവിടെ പറയുന്ന, പിന്നെ തന്നെ പറയുന്ന യാ റബ്ബു എന്നും യാ അള്ളാഹു എന്നും പറയാറുണ്ട്. ഏത് ഹാലിൽ ഹുവ അള്ളാഹു തആല അഖ്റബു ഇലൈഹി, ഒരടിമയോട് സമീപസ്ഥനാണ്. മിൻ ഹബിലിൽ വരീദി, അവന്റെ പിരടിയിലുള്ള രണ്ട് വശങ്ങളിലുള്ള ആ നാഡി എന്ന് പറയുന്ന കണ്ടനാടി, ആ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് അള്ളാഹു തആല. അതോടുകൂടെ ദൂരെയുള്ള ആളെ വിളിക്കുന്നത് പോലെ വിളിക്കുന്ന എന്തിനാ? അത് തഅലീമിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ആ ഹൈബത്ത് ജലാലിനെ പരിഗണിച്ചുകൊണ്ടാണ്. റബ്ബ് വലിയ ഹൈബത്തുള്ളവനാ, അവൻ വലിയ മഹത്വമുള്ളവനാ. ആ മഹോന്നതനായ അള്ളാഹുവിനെ നീ എന്ന് പറഞ്ഞു വിളിക്കാൻ മാത്രം അവൻ എന്തല്ല, പിന്നെ എന്ന് വിളിച്ചിട്ട് അടുത്തുള്ള ആളെ വിളിക്കുന്ന പോലെ വിളിക്കാൻ മാത്രം അവൻ അങ്ങനെ ഷെയ്ന് കുറഞ്ഞവനല്ല. അവൻ വലിയ അദീമായ ഷെയ്നും റുതുബയും ഉള്ളവനാണ് എന്നാ പറയുന്നത്. ഔലി ഗഫ്ലത്തിഹി, രണ്ടാമത്തെ. എന്തിനാണ് ഖരീബിന്റെ സ്ഥാനത്ത് പിന്നെ വിളിക്കുമ്പോൾ യാ കൊണ്ട് വിളിക്കുന്നത്, ബഈദിനെ വിളിക്കുന്നത് പോലെ വിളിക്കുന്നത്? ഔലി ഗഫ്ലത്തിഹി, അല്ലെങ്കിൽ മുനാദ ഗാഫിലായതിനു വേണ്ടിയാണ്, അശ്രദ്ധവാനായതിനു വേണ്ടിയാണ്. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. വസൂഇ ഫഹ്മിഹി, അയാളുടെ ശ്രദ്ധ കുറവിന്റെ കാരണത്തിന് വേണ്ടിയുമാണ്. ഔലിൽ ഇഅ്തിനാഇ ബിൽ മദ്ഉവി ലഹു,
അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ വിളിക്കപ്പെടുന്നത് ആ കാര്യത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഇഹ്തിമാം എന്ന് പറഞ്ഞില്ലേ, അതേ മാനി തന്നെയാണ് ഇവിടെ ഈ ഇനി ഉള്ളത്. ഈ എന്ന് പറഞ്ഞാൽ പരിഗണിക്കല. രണ്ടും ബി കൊണ്ട് തന്നെയാണ് വിട്ടു കിടക്കുക. കൂടുതൽ പ്രേരണയുണ്ടാകാൻ വേണ്ടിയാണ് അലൈഹി ആ മദ്ഉ ലഹുവിന്റെ മേൽ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ വിളിക്കുന്നത് ആ കാര്യത്തിന് മേൽ കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടിയുമാണ്, പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. വഹുവ, ഇനി ആ നിദാഇന്റെ ഹർഫ് മാൽ മുനാദ, മുനാദയോടുകൂടെ, യാ അതിന്റെ മുനാദയോടുകൂടെ ജുംലത്തുൻ മുഫീദത്തുൻ, മുഫീദായ ഒരു ജുംലയാണ്. യാ സൈദു എന്ന് പറയുമ്പോൾ അതൊരു ജുംലയാണ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഒരു ജുംലയാന്ന് സൈദേ എന്ന് പറയുമ്പോൾ അത് അലി അന്നഹു, കാരണം അത് യാ എന്നുള്ളത് നായിമുൻ മനാബ് ഫീലിൻ, ഒരു ഫീലിന്റെ സ്ഥാനത്ത് വന്നതാണ്. നാബ യനൂബു, നായിബ് മനാബ്, മനാബ് എന്ന് പറഞ്ഞാൽ പകരം എന്നാണ് അർത്ഥം, ഫീലിന്റെ സ്ഥാനത്ത്. അപ്പൊ എന്താണ് യാ സൈദുവിന്റെ വായന എന്നാ ഉനാദി സൈദൻ എന്നാണ്, ഞാൻ സൈദിനെ വിളിക്കുന്നു എന്നാണ്. അപ്പൊ എന്താ അദുഉ സൈദൻ അല്ലെ ഉനാദി സൈദൻ. അപ്പൊ എന്താ ഒരു ജുംലയുടെ അടിസ്ഥാനത്തായല്ലോ, ജുംലയുടെ മാനാക്ക് തന്നെ ആയല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് അയ്യുൻ എന്നുള്ളത് ജുഇല വുസ്ലത്തൽ ഇലാ നിദാഇൽ മുഅറഫ് ബില്ലാമി, ലാം കൊണ്ട് മാരിഫിയായതിനെ വിളിക്കുന്നതിലേക്കുള്ള ഒരു ലിംഗം, ഒരു ബന്ധവും ആക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അർറജുലു എന്നുള്ളതിനെ യർറജുലു എന്ന് വിളിക്കാറില്ല. പിന്നെ എന്താ വിളിക്കാറുള്ളത്? യാ അയ്യുഹർറജുലു. അന്നാസ് അലിഫ്ലാമുണ്ട്, അതിനെ വിളിക്കാൻ വേണ്ടി യന്നാസു എന്ന് പറയില്ല. പിന്നെ എന്താ പറയാ? യാ അയ്യുഹന്നാസു. അൽ മർഅത്തു എന്നെങ്ങനെയാ വിളിക്കുക? യാ അയ്യത്തുഹൽ മറ. നമ്മൾ ചെറിയ സൂറത്തിൽ ലം യകുൻ സൂറത്തിന്റെ അവസാന ഭാഗം കണ്ടിട്ടില്ലേ? വൽ ഫജ്രി സൂറത്തിന്റെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ, കണ്ടോ? അതെന്താ? യാ അയ്യത്തുഹൻ നഫ്സു എന്ന് പറഞ്ഞാൽ നഫ്സ് മുഅന്നസ, അതുകൊണ്ടാണ് ഇർജിഇ എന്ന് അതിന്റെ അപ്പുറം പറയുന്നത്, റാദിയത്ത് എന്ന് അതിന്റെ അപ്പുറം പറയുന്നത്, മർദിയത്ത് എന്ന് പറയുന്നത്. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന എല്ലാം പെണ്ണായിട്ടാണ് ഉപയോഗിച്ചത്, കാരണം നഫ്സ് മുഅന്നസ, നഫ്സ് മുഅന്നസ. അതുകൊണ്ടാണ് യാ അയ്യത്തുഹൻ നഫ്സു എന്ന് അയ്യത്ത് പറഞ്ഞത്. അപ്പൊ അയ്യും അയ്യത്തും എന്തിനുള്ളതാ? അതിന് സില എന്ന് പറയാം. യാ അയ്യുഹർ റജുലു എന്ന് പറഞ്ഞ അയ്യുഹന്റെ പേരെന്താണ്? സില എന്ന് പറയും. എന്തിന്റെയും ഇടയിലുള്ള സില, യാന്റെയും പിന്നെ അർറജുലി അലിഫ്ലാമ കൊണ്ട് മുഹല്ലയായ, അലിഫ്ലാമ കൊണ്ട് അണിയിപ്പിക്കപ്പെട്ടതായ കലിമത്തിൻ്റെയും ഇടയിലുള്ള സില എന്ന് പറഞ്ഞാൽ നിങ്ങളെ സാധാരണ നഹ്വിലുള്ള നമ്മളെ മൗസൂല സില എന്ന് പറഞ്ഞ ആ അർത്ഥത്തിനുള്ള സിലയല്ല. ഇവിടുത്തെ സിലന്റെ മാന ലിങ്ക് എന്നാണ്, കണക്ഷൻ എന്നാണ് അർത്ഥം. അപ്പൊ സിലക്ക് കണക്ഷൻ എന്നുള്ള മാനാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന് സാധാരണ മൗസൂല സില എന്ന് പറയുന്നത് എന്താണ്? മാ യൂസലു ബിഹി, സിലയായി കൊണ്ടുവരപ്പെടുന്നത്, അർത്ഥം പൂർത്തിയാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒന്നിനാണ് സില എന്ന്. മൗസൂല സിലയിൽ അതിന്റെ മാന അങ്ങനെയാണ്. പറയാ, അത് നല്ലോണം പറയാനുണ്ട്, മനസ്സിലാക്കാനുള്ള വിഷയം. മുഅന്നസ് എന്നുള്ളത് എന്തല്ല, നമ്മൾ പറയുന്ന പോലെ ഈ കാതിലിട്ട പെണ്ണും ഉണ്ടാവും, കാതിലിടാത്ത പെണ്ണും ഉണ്ടാവും. കാതിൽ ഏതാണ്? തൈനീസിന്റെ തായിനാന്ന് നമ്മൾ കാതിലാന്ന് പറഞ്ഞത്. അപ്പോ താവ് കൊണ്ട് മുഅന്നസ് ആയതുണ്ട്. അതുപോലെ തന്നെ മക്സൂറാന്റെ അലിഫ്, മംദൂദാന്റെ അലിഫ്. പിന്നെ ഹുബില, പിന്നെ ഹുബില എന്ന് പറയുമ്പോൾ എന്താണ്? ഹുബില എന്നുള്ളതിലെ അലിഫ് അത് തൈനീസിന്റെ അലിഫ, ഗർഭിണി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ മംദൂദാന്റെ അലിഫ് എന്താ? ഹംറാ ചുവന്നവൾ, ബൈലാ വെളുത്തവൾ, സൗദാ കറുത്തവൾ എന്ന് പറയുന്ന ഒരു സായിദിയായ അലിഫിന് ശേഷം വരുന്ന ഹംസയ്ക്കാണ് മംദൂദാന്റെ അലിഫ് എന്ന് പറയാം. അതെന്നും നിലനിൽക്കുന്ന അലിഫായിരിക്കും. അത് എന്താവൂല? മുൻഫസിലാവൂല, എപ്പം നിലനിൽക്കുന്ന അലിഫായിരിക്കും അത്. പിന്നെ നഹ്വുൽ വാഫി എന്ന കിതാബിൽ അതിന്റെ ശരിയായ താരീഫുകൾ പറയുന്നുണ്ട്. മംദൂദാന്റെ അലിഫ് അതുപോലെ പിന്നെ മക്സൂറാന്റെ അലിഫിനെ കുറിച്ചൊക്കെ ശരിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തൈനീസ് പിന്നെ കേവലം താ കൊണ്ട് മാത്രമല്ല, തൈനീസ് അടയാളം കൊണ്ടുള്ള തൈനീസ് തന്നെ, ഒന്ന് താഴ് കൊണ്ട് ഹാത്താ കൊണ്ടുള്ള തൈനീസ്. പിന്നെ ഫീലിലാകുമ്പോൾ സാക്കിനായ താ ആയിരിക്കും. ഫയല ഫയല ഫയലു, അതിനപ്പുറം പറയുന്നില്ല. ഫയല ഫയല ഫയലു, ഫയലത്ത് ഫയലത്ത്, അതെ ഓക്കെ. ഫയലത്ത് എന്നുള്ളതിൽ താ എന്താണ്? സാക്കിനായ താകാണ്. അതേ സ്ഥാനത്ത് മറ്റേത് പിന്നെ എന്ത് താകാണ്? ഹാത്തയാണ്. പിന്നെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ആയി മാറുന്നത്. അപ്പൊ ഒന്നും കൂടി മനസ്സിലാക്കേ, മുഅന്നസ് 3 രീതിയിലാണ്. ഒന്ന് ഹഖീഖിയായ മുഅന്നസ്, അത് നമുക്ക് സാധാരണ പറയുന്ന ഫാത്തിമ, ആയിഷ എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് അടയാളം കൊണ്ടുള്ള മുഅന്നസാണ്. അപ്പൊ ഹഖീഖിയായ മുഅന്നസ് ആകുമ്പോൾ എന്തുണ്ടാകണമെന്നില്ല, താ ഉണ്ടാകണമെന്നില്ല. മറ്റൊന്ന് സമാഇയായ മുഅന്നസാണ്. സമാഇയായ മുഅന്നസ് കേട്ട് കളിവിയിലൂടെ മുഅന്നസായത്.
ഹക്കീക്കിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ സാധാരണ സ്ത്രീലിംഗം ഒക്കെ ഉണ്ടാകും. ഫർജി മറ്റേതൊക്കെ ഉണ്ടാകുന്നതാണ്. ആണിൻ്റെ നേരെ എതിരിലുള്ളതാണ് അത്. പിന്നെ ഏതുപോലെ അത്താൻ എന്താ? പിന്നെ പെൺകഴുത എന്ന അർത്ഥം. അതിൽ താവൊന്നും കാണൂല, പക്ഷെ അത്താൻ്റെ അർത്ഥം തന്നെ പെൺകഴുത എന്നാണ്. അപ്പോൾ അത്താൻ എന്താ? മുഅന്നസ. അവിടെ തായിൻ്റെ ആവശ്യമൊന്നുമില്ല, അർത്ഥം കൊണ്ട് മുഅന്നസ, യഥാർത്ഥ മുഅന്നസ. അതുപോലെ മർഅത്ത്, അതെന്താണ്? യഥാർത്ഥ മുഅന്നസാണ്. അതിൻ്റെ എതിരിൽ പുരുഷനുണ്ട്. ഇനി അടയാളം കൊണ്ടുള്ള മുഅന്നസ് തന്നെ 3 രീതിയിലാണ്. ഒന്നേതാണ്? നമ്മൾ സാധാരണ വഖഫിൽ ഹാ ആയി മാറുന്ന ഹാത്തായി ഉള്ളതായ പിന്നെ ഇസ്മാണ്. ഏത്? തൈനീസിൻ്റെ താഗുണ്ട്. അൽ ജന്നത്ത്, അർ റഹ്മത്ത്, ബറക്കത്ത് പോലെ. ഇനി മംദൂദാൻ്റെ അലിഫ് സഫ്റാ, മഞ്ഞ കളർ, ഹംറാ, സൗദാ പോലെ. ഇനി മഖ്സൂറാൻ്റെ അലിഫ് കുബ്റ, ബുഷ്റ, ദിക്റ, ഫദക്കിർ, ഇന്ന ഫഅതി ദിക്റ. ഇപ്പൊ ദിക്റ മുഅന്നസ് ആയതുകൊണ്ടാണ് നഫഅത്ത് എന്ന് തൈനീസിൻ്റെ താഗ് കൊടുത്തത്. നഫഅതി ദിക്റ. അപ്പോൾ അതെല്ലാം എന്താണ്? മുഅന്നസാണ്. ഇനി മുഅന്നസ് പിന്നെ സമാഇയായ മുഅന്നസ്, കേവലം അറബികൾ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രം മുഅന്നസായി മനസ്സിലാക്കുന്നത്. അവിടെ ശരിക്കും ഉസ്താദുമാർ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണേ. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ എല്ലാം പറയുന്നത്. ചെവി, അതുപോലെ വിരല്, കരള്, മാർഗം, മാർക്കറ്റ് പോലത്തെ ഇതിൻ്റെ മേൽ അറിയിക്കുന്ന എല്ലാ ലഫ്ദുകളും മുഅന്നസ. ഉദാഹരണത്തിന് കേൾക്കുക, ഉദുനി മുഅന്നസ. ഉദുനി അതിലൊന്നും അടയാളമില്ല. ചെവി എന്ന് പറയുന്ന ആ ലഫ്ദിൽ ഇരട്ട അവയവങ്ങൾ മുഴുവനും മുഅന്നസായിട്ട് ഉപയോഗിക്കുക. യദ്, റിജില്, അതുപോലെ തന്നെ ഐന്, ഉദുന്, ഇതെല്ലാം മുഅന്നസായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഇസ്ബഅ് വിരല്, അത് മുഅന്നസ. കബിദ് കരള്, സബീൽ വഴി. ഖുൽ ഹാദിഹി സബീലി, കേട്ടിനാ? ഖുൽ ഹാദിഹി സബീലി, ഇതെൻ്റെ മാർഗമാണ്. അപ്പം എന്താ? ഹാദിഹി എന്നാ പറഞ്ഞേ, സബീലി മുഅന്നസ് ആയതുകൊണ്ടാ ഹാദാ എന്നല്ല പറഞ്ഞേ. സൂഖ്, ഐന്, ജഹീം, ദാറ്. ദാറ് ഞാനതാ ഉസ്താദ്മാർ മനസ്സിലാക്കാൻ ദാറ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഹാദ ദാർ എന്ന് ദുആർക്കാറുണ്ട് ചില ഉസ്താദുമാർ. അപ്പം അത് ലുഗവിയായിട്ട് തെറ്റാണ്. ഹാദ ദാർ എന്ന് പറയുന്ന ആ ലഫ്ദ് മുഅന്നസായിട്ട് നമുക്ക് പറയാം, അല്ല മുദക്കറായിട്ട് ഉപയോഗിക്കാറുള്ളത്. സമയല്ല, അതിൻ്റെ അവയവമാകുന്ന ചെകിട് എന്ന അർത്ഥത്തിന് കുറിക്കുന്ന ഉദിനെ കുറിച്ചാണ് അത് മുഅന്നസായിട്ട് ഉപയോഗിക്കാറെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന ഗൗരവമുള്ള ഒരു വിഷയം ദാറാണ്. നമ്മൾ സാധാരണ മരിച്ച വീട്ടിൽ തിൽക്കദ്ദാറുൽ ആഖിറത്തു, കണ്ട തിൽക്ക മുഅന്നസായിട്ടാണ് പറഞ്ഞത്. അൽ ആഖിറത്തു എന്നുള്ള സിഫത്ത് മൗസൂഫായിട്ട് വരുമ്പോഴാണ് പറഞ്ഞത് എന്തെന്ന്, പിന്നെ മുഅന്നസ് ആകണോ എന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് മുദാഫിൻ ഇലൈഹി വരുമ്പോൾ ദാറു സലാമത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി അദ്ദാറു അങ്ങനെയാണെങ്കിൽ അദ്ദാറു സലീമത്തു എന്നാ പറയാ. സിഫത്ത് മൗസൂഫ് ആകുമ്പോൾ അദ്ദാറു സലീമത്തു. ദാറുസ്സലാം എന്ന് പറയുമ്പോൾ സിഫത്തും മൗസൂഫും അല്ല, മുദാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ ദാറ് മുഅന്നസ് ആയതുകൊണ്ട് സലാമിനെ മുഅന്നസ് ആക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ മുഅന്നസിന്റെ ചർച്ച ഇത് തീരാനായിട്ട്. അപ്പോൾ ഇനി എന്ത് ദുആർക്കരുത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഹാദ ദാർ എന്ന് പറയരുത് ആരും. പിന്നെ ഹിഷാമിയയിൽ പഠിച്ചിട്ട് ഇനി അങ്ങനെ നിലനിൽക്കരുത്. ഫി ഹാദിഹി ദാർ എന്ന് തന്നെ ഇനി ദുആർക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഹാദിഹി ദാർ വഫി ദിയാരിന. അതുപോലെ തിൽക ദാറുൽ ആഖിറത്തു, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ദാറ് എപ്പോഴും മുഅന്നസ് ആയിട്ടാണ്. എന്ത് മുഅന്നസ് എന്നാണ് അതിന് പേര് പറയുക? അതെ, സമാഇയായ മുഅന്നസ്. കേട്ട് കേൾവിയിലൂടെ മുഅന്നസ് ആണെന്ന് വിലയിരുത്തപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും സമാഇയായ മുഅന്നസ്. അപ്പോൾ അലാമത്ത് കൊണ്ട് മുഅന്നസ്, സമാ കൊണ്ടുള്ളതായ മുഅന്നസ്, ഇങ്ങനെ മുഅന്നസ് 2-3 രീതിയിലുണ്ട്. അതൊന്ന് നമ്മൾ ഏതായാലും ചോദിച്ചതുകൊണ്ട് ചർച്ചയിൽ വന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ പറയാ പിന്നെ തിൽക്കർ റുസുലു എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. റസൂലിന്റെ ബഹുവചനമാണ് റുസുല്. അപ്പൊ ഇങ്ങനെ ആ റുസുലി എന്തുള്ളത്? എന്ത് ജമ്മാണ്? ജമ്മ് തന്നെ ജമ്മ് സലാമത്തുണ്ട്, ജമ്മു തക്സീർ ഉണ്ട്. ഈ ജമ്മു തക്സീർ തന്നെ എന്തുണ്ട്? ഖില്ലത്തിന്റെ ജമ്മുണ്ട്, കസ്റത്തിന്റെ ജമ്മുണ്ട്. അപ്പൊ ഈ ജമ്മുകൾ ഉണ്ടല്ലോ, തക്സീറിന്റെ ജമ്മുകൾ, അത് മുഅന്നസായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് കലമിന്റെ ബഹുവചനമാണ് അഖ്ലാമ്, പേനകൾ. ഈ പേനകൾ എന്ന ആ പ്രയോഗം അത് എന്തായിട്ട് ഉപയോഗിക്കുക? മുഅന്നസായിട്ട് ഉപയോഗിക്കുക. അപ്പൊ തിൽക്കൽ അഖ്ലാമു, ഹാദിഹിൽ അഖ്ലാമു. ആ അഖ്ലാമിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഹിയ ജദീദത്തുൻ, അൽ അഖ്ലാമു ഹിയ ജദീദത്തുൻ, അല്ല അൽ അഖ്ലാമു ജദീദത്തുൻ. അപ്പോൾ ജദീദത്തുൻ എന്ന് എന്താന്ന് താവ് വന്ന്, അതെന്തുകൊണ്ടാണ്? അൽ അഖ്ലാം എന്നുള്ള ജമ്മിനെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ ധാരാളം ജമ്മുകളെ മുഅന്നസായിട്ട് ഉപയോഗിക്കും. പിന്നെ സലാമത്തിന്റെ ജമ്മ് മുഅന്നസാണെങ്കിൽ മുഅന്നസ് തന്നെ, മുദക്കറാണെങ്കിൽ മുദക്കറാണ്.
ഇപ്പൊ മോമിനൂന അത് മുതക്കറായിട്ട് തന്നെ ഉപയോഗിക്കുക, അത് സലാമത്തിന്റെ ജമ്മ. ഇപ്പൊ തക്സീറിന്റെ ജമ്മാണ് അത് എന്തായിട്ട് ഉപയോഗിക്കുക, മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ വഹദ മുഅന്നസായിട്ട് ഉപയോഗിക്കുക. അൽ അക്ലാമു ജദീദാത്തുൻ എന്നൊന്നും പറയില്ല, ജദീദത്തുന്നേ വേണ്ടു. അൽ അക്ലാം ബഹുവചനാണ്, ജദീദത്ത് മുഫ്രദാണ്. അപ്പൊ ഗൈറു ആക്കിലിന്റെ ബഹുവചനങ്ങൾ എന്താക്കിയിട്ട് ഉപയോഗിക്കുക, വഹദ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ ഭാഷാപരമായിരിക്കുന്ന വിഷയങ്ങളാണ്. അതതിന്റെ നിയമം നമുക്ക് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. അതതും മഅദൂദും തമ്മിൽ യോജിക്കുക എന്നുള്ള വിഷയമാണ്. അത് മുഅന്നസിനും മുദക്കറിന്റെ ചർച്ച വരുന്നുണ്ട്. സലാസത്തം ബിത്താഇ ഖുല്ലിൽ ആശുറ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ബൈത്തും അതിന്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ നമുക്ക് പറയാം. എന്തിനാണ് അലിഫ്ലാമുള്ളതായ ഒന്നിനെ നിദാഇ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്തുപയോഗിക്കുന്നത്, അയ്യുഹ ഉപയോഗിക്കുന്നത്? ഫഇന്ന ഇദ്ഖാലയായ യാഇനെ കടത്തലാകുന്ന അലൈഹി ആ മുഅറഫും ബില്ലാമായ ഒരു ഇസ്മിന്റെ മേൽ യായിനെ കടത്തൽ മുതഅദ്ദിനും പ്രയാസകരമാണ്. ലിതഅദ്ദുരിൽ ജംഇ ഒരുമിച്ച് കൂട്ടൽ പ്രയാസകരമായതിനു വേണ്ടി ബൈന ഹർഫൈ താരീഫി താരീഫിന്റെ രണ്ട് ഹർഫുകൾക്കിടയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അർറജുല് എന്താണ് താരീഫിന്റെ അലിഫ്ലാമയിലുണ്ട്, എല്ലാവർക്കും അറിയാം. യാ എന്നുള്ള നിദായിന്റെ ഹർഫ് തന്നെയാണ്, അത് താരീഫിന്റെ അലിഫ്. അതിന് നേർക്കുനേരെ താരീഫിന് വേണ്ടി വെക്കപ്പെട്ടതല്ലെങ്കിലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത് അയാൾ മാരിഫയായി എന്നാണ്. അപ്പോൾ മാരിഫാന്റെ കിസ്മുകൾ എണ്ണുന്ന കൂട്ടത്തിൽ അൽ മുനാദ എന്നും കാണാം. അപ്പൊ നിദാഗ് എന്തിന്റെ സബബാണ്? താരീഫ് ഉണ്ടാകാനുള്ള സബാണ്. അപ്പൊ യാവും മാരിഫാക്കുള്ളതാണ്, അലിഫ്ലാമും താരീഫിനുള്ളതാണ്. അപ്പൊ ഈ രണ്ട് താരീഫിന്റെ അദാത്തുകളെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് അത് ഭംഗിയുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് യാ അയ്യുഹ എന്ന് അവിടെ കൂട്ടിക്കൊടുത്തിട്ട് യാനെയും അർറജുലിനെയും തമ്മിൽ എന്താകുന്ന വേർപിരിക്കുന്നത്. അതിനു വേണ്ടിയാണ്. അതായത് ഈ തഅദ്ദുരി പ്രയാസകരമായതിനു വേണ്ടി അൽ ജമീ ഒരുമിച്ച് കൂട്ടൽ ബൈന ഹർഫൈ താരീഫി താരീഫിന്റെ രണ്ട് ഹർഫുകൾക്കിടയിൽ. ബൈനഹുമ കാരണം ആ രണ്ട് ഹർഫുകൾ മിസിലൈനി അത് തത്തുല്യമായ രണ്ടെണ്ണം പോലെയാണ്, മിസിലൈനി പോലെയാണ്. എന്താ മിസിലൈനി എന്ന് പറഞ്ഞത്? അത് യാ എന്നുള്ളത് ശരിക്കും ഹക്കീക്കത്തിൽ താരീഫിന് വേണ്ടി വെച്ചതല്ല. പിന്നെ അത് നിദാഹ് ചെയ്യുമ്പോൾ അത് മാരിഫയായി മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ താരീഫിന്റെ മിസില് പോലെ എന്ന് പറഞ്ഞത്. മിസിലാണെന്നല്ല പറഞ്ഞു, മിസില് പോലെ എന്ന് എന്തിനാ പറഞ്ഞത്? അയ്യിന് നൽകപ്പെട്ടിരിക്കുന്നു ഹുക്മൽ മുനാദ, മുനാദാന്റെ ഹുക്മ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യാ അയ്യുഹർ റജുലു എന്നുള്ളടുത്ത് അർറജുലി എന്ന് പറയുന്ന മുനാദാന്റെ അതേ ഹുക്മ ആർക്ക് കൊടുക്കുക? അയ്യുഹാക്ക് കൊടുക്കുക. അതിന്റെ ഇറാബിലൊക്കെ അലൈഹി അതിന്റെ മേലാണ് നടത്തപ്പെടുക. അൽ മഖ്സൂദ് ഉദ്ദേശിക്കപ്പെടുന്നതിനെ, പിന്നെ നിദാ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിനെ. അപ്പോൾ ആണാണെങ്കിൽ അയ്യുഹ മുദക്കറാക്കും, പെണ്ണാണെങ്കിൽ അയ്യത്തുഹ എന്നുള്ളത് മുഅന്നസാക്കും. അതാ വസ്ഫൻ വസ്ഫായിട്ട് മൂദിഹൻ ലഹു അതിനെ വ്യക്തമാക്കി തരുന്ന വസ്ഫായിട്ട്. വൽതുസിമ റഫുഹു അയ്യുഹാക്ക് റഫ് എപ്പോഴും ലാസിമ, അത് ഇഷ്ആറിനെ അറിയിക്കാൻ വേണ്ടിയാണ്. ബിഅന്നഹുൽ മഖ്സൂദു അയ്യുഹയാണ് മഖ്സൂദി എന്ന്. വഉഖിമത്ത് തിരുകി കയറ്റപ്പെട്ടു. ബൈനഹുമാ രണ്ടിൻ്റെയും ഇടയിൽ തിരുകി കയറ്റപ്പെട്ടു. ഹത്തംബീഹി തംബീഹിന്റെ ഹായിനെ. അപ്പൊ അയ്യ് എന്നുള്ളതാണ് വേണ്ടത്. ഇനി ഒരാളുടെ ഹായിനെ എന്തിനാ കൊടുത്ത? അയ്യു ഹാ എന്ന്. ആ ഹാന്റെ പേരെന്താണ്? തംബീഹിന്റെ ഹാ, ഉണർത്താൻ. ആരെങ്കിലും ഉറക്കിലാണെങ്കിൽ അവർ ഹേ എന്ന് പറയുന്ന പോലെ അയ്യു ഹാ. അപ്പൊ ഹാ തംബീഹിന്റെ ഹായ, അതിനെ തിരുകി കയറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? തൗകീദൻ വ തഅവീദ, തൗകീദൻ ഒരു ശക്തി കൂട്ടാൻ വേണ്ടി, തഅവീദൻ അമ്മ ഒന്നിനെ തൊട്ട് പകരമാക്കാനും. യസ്തഹിഖുഹു അയ്യുൻ അയ്യു അവകാശപ്പെടുന്നതായ ഒന്ന്. മിനൽ മുദാഫിൻ ഇലൈഹി മുദാഫിൻ ഇലൈഹിനാൽ അയ്യിന് ഒരു മുദാഫിൻ ഇലൈഹി ആണ് എപ്പോഴും. അയ്യുങ്കമാ വഅരിബത് മാലം യുദഫ് വസദറു വസുലിഹാ ദമീറുൻ ഹദഫ്. അലിഫയുടെ 100ാമത്തെ ബൈത്താണ്. നല്ലോണം പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് അയ്യി എന്നുള്ളതിനെ കുറിച്ചിട്ട്. മൗസൂലിയായ അയ്യിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അയ്യിന് എപ്പോഴും ഒരു മുദാഫിൻ ഇലൈഹി ലഫ്ദിൽ വേണം, അല്ലെങ്കിൽ സങ്കല്പത്തിൽ വേണം. അതാണ് പറയുന്നത് അമ്മ യസ്തൈഖുഹു അയ്യുൻ അയ്യി അവകാശപ്പെടുന്നതായ മിനൽ മുദാഫിൻ ഇലൈഹി മുദാഫിൻ ഇലൈഹിയാൽ ആ മുദാഫിൻ ഇലൈഹി തൊട്ട് പകരമായിട്ടാണ് ശേഷം ഒരു തംബീഹിന്റെ ഹായിനെ വെച്ച് കൊടുത്തത്, അയ്യുഹ എന്ന് പറഞ്ഞത്. വൈനമാ കസുറൻ നിദാ വലാ ഹാദി ത്വരീഖത്ത് ഫിൽ ഖുർആൻ ഈ രീതിയിലുള്ളതായ നിദാ പരിശുദ്ധമായ ഖുർആനിൽ അധികരിച്ചത് ഇസ്തിഖ്ലാലിഹി ഈ നിദാ സ്വതന്ത്രമായതിനു വേണ്ടിയാണ്. ബി ഔജുഹിൻ മിന തൗകീദ് പല ജാതി തൗകീദുകളെ കൊണ്ടും ഈ അയ്യുഹ എന്നുള്ളത് പ്രത്യേകമായിട്ടുണ്ട്. അപ്പം ഇതിന് മറ്റുള്ള
ഇതിനിക്കില്ലാത്ത പല പ്രത്യേകതകളും ഈ അയ്യുഹാനെ കൊണ്ടുള്ള പിന്നെ നിദാഇനിക്കുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരുപാട് യാ അയ്യുഹ എന്നുള്ള പ്രയോഗം കാണാൻ വേണ്ടി കഴിയുന്നത്. യാ അയ്യുഹ, യാ അയ്യത്തുഹ പോലത്തത്. അഥവാ ഇന്നമാ കസുറ നിദാഉ അലാ ഹാദിഹി തരീഖ, ഈ രീതിയിലുള്ള വിളിയാളം അത് കഥീറായത് ഫിൽ ഖുർആനിൽ ലിസ്തിഖ്ലാലി, ആ നിദാഇ സ്വതന്ത്രമായതിനു വേണ്ടി അതിന് മാത്രം ഉള്ളത് കൊണ്ടാണ് ബി ഔജുഹ് മിന തഅ്കീദി, പല രീതിയിലുള്ള തഅ്കീദുകളും. അത് ഏതെന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ ഒന്ന്. വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറേ പറയാനുണ്ടാവും. കുല്ലുമാനാദല്ലാഹു തആല ലഹു ഇബാദു, അല്ലാഹു തആല തൻ്റെ അടിമകളെ വിളിച്ചതായ വിളി മുഴുവനും മിൻ ഹൈസു ഇന്നഹാ ഉമൂറുൻ നിദാമുൻ, അത് വലിയ കാര്യങ്ങളാണെന്നുള്ള നിലക്ക് മിൻ ഹഖിഹാ, അതിൻ്റെ ഹക്കിൽപ്പെട്ടതാണ്. ഏതാ വലിയ കാര്യങ്ങളുടെ? അയ്യതഫത്തനോ, ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇലൈഹ, ആ കാര്യങ്ങളെ. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടേണ്ട, ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്ന, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഉമൂറുൻ ഇദാമിനെ എന്ന നിലക്ക് അല്ലാഹു തആല തൻ്റെ അടിമകളെ വിളിക്കുമ്പോൾ വയുഖ്ബിലൂ ബിഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ കൊണ്ട് മുന്നിടുകയും വേണം അലൈഹ, ആ കാര്യങ്ങളുടെ മേൽ. വ അക്സറുഹും അൻഹാ ഗാഫിലൂൻ, ഏത് ഹാലിൽ? പിന്നെ അപ്പം എന്താണ്? ഇന്നയുടെ ഇസ്മ ഏതാണ്? മിനൈസു ഇന്നഹാ ഉമൂറുൻ നിദാമുൻ വ അക്സറഹും, അതിനോട് അത്തുഫായിട്ട് ഇന്നൻ്റെ ഇസ്മായ ഹാൻ്റെ മേൽ അത്തുഫായിട്ടാണ് അക്സറ എന്ന് പറയും. അവരിൽ അധികരിച്ച ആളുകളും അൻഹാ, കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധവാരുമാണ്, അങ്ങനത്തതായ ഏതൊരു കാര്യവുമാകുന്നത്. കുല്ലുമാനാദല്ലാഹു തആല ലഹു ഇബാദു, അല്ലാഹു തആല തൻ്റെ അടിമകളെ വിളിച്ചതായ ഒരു കാര്യം മുഴുവനുമാകുന്നത്. അതിൻ്റെ ഖബർ ഏതാ? ഹഖീഖുൻ, ബന്ധപ്പെട്ടതാണ്. ബിയ യുനാദാ ലഹു, അതിലേക്ക് വിളിക്കപ്പെടൽ കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ശക്തമായ ഉറച്ച ഒരു മാർഗേണ വിളിക്കപ്പെടൽ അനിവാര്യമാണ്. അങ്ങനെയാണ് യാ അയ്യുഹ എന്ന് യാ കൊണ്ട് വിളിച്ചത്. ഈ രീതിയിൽ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഇതിന് ശേഷം പറയുന്ന കാര്യം അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയവും കാര്യ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയവും ആയതുകൊണ്ടാണ്. ഏതാണ് ഇതിന് ശേഷം പറയുന്നത്? ഇബാദത്താണ്, അല്ലേ? അപ്പോൾ ആ ഇബാദത്തിന്റെ വിഷയം വളരെ ഗൗനിക്കേണ്ടതാണ് എന്നറിയിക്കാനാണ് ഈ രീതിയിലുള്ള വിളിച്ചത്.